നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സെപ്റ്റംബർ 2-ന് ദേശീയ പണിമുടക്ക്. BMS-ഉം സമരത്തിന്റെ ഭാഗമാകും. മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം ചെയ്യുന്നവരാണ് സ്ഥാനികരെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി കുമ്മനം രാജശേഖരൻ. സ്ഥാനികരുടെ കാര്യത്തിൽ സർക്കാർ കൂടുതൽ ആത്മാർത്ഥത കാണിക്കണമെന്നും കുമ്മനം. താഹിറയും മക്കളും വ്യാഴാഴ്ച പുതിയ വീട്ടിലേക്ക്. വീടൊരുക്കിയത് അതിവേഗം. ഭൂരഹിതരില്ലാത്ത കേരളം പദ്ധതി അർഹരായവർക്ക് ഭൂമി പതിച്ചു നൽകണമെന്ന് വെൽഫെയർ പാർട്ടി. വാർത്തകൾ വിശദമായി. സെപ്റ്റംബർ 2-ന് ദേശീയ പണിമുടക്ക്. കേന്ദ്ര സർക്കാർ നയങ്ങളിൽ പ്രതിഷേധിച്ചാണ് സമരം. BMS-ഉം സമരത്തിന്റെ ഭാഗമാകും. മോദി സർക്കാരിന്റെ 1-ാം വാർഷിക ദിനത്തിൽ തൊഴിലാളി സംഘടനകൾ പണിമുടക്കുന്നു. കേന്ദ്ര സർക്കാർ നയങ്ങളിൽ പ്രതിഷേധിച്ചാണ് തൊഴിലാളികൾ പണിമുടക്ക് നടത്തുന്നത്. സെപ്റ്റംബർ 2-ന് നടക്കുന്ന പണിമുടക്കിൽ BJPയുടെ തൊഴിലാളി വിഭാഗമായ BMS-ഉം അണിനിരക്കും. AITUC, CITU, INTUC, UTUC, HMS എന്നീ യൂണിയനുകളും പണിമുടക്കിൽ പങ്കെടുക്കും. മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം ചെയ്യുന്നവരാണ് ക്ഷേത്രസ്ഥാനികരെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി കുമ്മനം രാജശേഖരൻ പറഞ്ഞു. കാഞ്ഞങ്ങാട്ടാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം ചെയ്യുന്നവരാണ് സ്ഥാനികരെന്നും ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി കുമ്മനം രാജശേഖരൻ പറഞ്ഞു. വാഴക്കോട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര നവീകരണ ബ്രഹ്മകലശ മഹോത്സവത്തോടനുബന്ധിച്ച് നടന്ന ആചാര്യ സ്ഥാനിക ഗുരുസ്വാമി ക്ഷേത്രഭാരവാഹി കൂട്ടായ്മയിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. അങ്ങനെ വ്യത്യസ്തമായ മണ്ഡലങ്ങളിൽ കഴിഞ്ഞവർ ചരിത്രത്തിലാദ്യമായി ചിന്മയാനന്ദ സ്വാമിയുടെ അധ്യക്ഷതയിൽ കാഞ്ചി ശങ്കരാചാര്യ സ്വാമികളും ദ്വാരക മഠാധിപതിയും ബദരീനാഥിലെ സന്യാസശ്രേഷ്ഠനും പുരിയിലെ ശങ്കരാചാര്യനും എല്ലാവരും ഒരുമിച്ചിരുന്നു. ചിന്മയാനന്ദ സ്വാമി പറഞ്ഞു, നിങ്ങൾ ചിന്തിക്കും, ഹിന്ദുക്കളെ പറ്റി ചിന്തിക്കും. നമുക്കൊക്കെ കാഷായ വസ്ത്രം ധരിച്ച് ഈ തരത്തിൽ ഇവിടെയൊക്കെ പ്രവർത്തിക്കാൻ അവസരമുണ്ടായത് ഹിന്ദുക്കൾ ഇവിടെ ജീവിക്കുന്നുണ്ടാണ്. ഈ നാട്ടിൽ ഹിന്ദുക്കൾ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ജീവിക്കാൻ പറ്റുന്നത്. ആരുടെയും ഒറ്റയ്ക്കുള്ള പരിശ്രമം കൊണ്ട് ക്ഷേത്രങ്ങളുടെ പുനരുദ്ധാരണം ഉണ്ടാകില്ല. എല്ലാവരും അവരവരുടെ കടമകൾ ഉത്തരവാദിത്വത്തോടെ ചെയ്താൽ മാത്രമേ നാടിനും ക്ഷേത്രത്തിനും പുരോഗതി ഉണ്ടാവുകയുള്ളൂ. ഒരു നാട് വികസിക്കുന്നത് ഭൗതികമായ നേട്ടങ്ങൾ ഉണ്ടാകുമ്പോഴാണെന്ന ധാരണ ശരിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു. പലരുടെയും നേട്ടങ്ങൾക്ക് വേണ്ടി സത്യവും നീതിയും ചവിട്ടിമെതിക്കപ്പെടുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ആചാര്യസ്ഥാനിക ഗുരുസ്വാമി ക്ഷേത്രഭാരവാഹി കൂട്ടായ്മ ഇരവിൽ പത്മനാഭ വാഴുന്നവർ ഉദ്ഘാടനം ചെയ്തു. K. വേണുഗോപാലൻ നമ്പ്യാർ അധ്യക്ഷം വഹിച്ചു. മടിക്കൈ കമ്മാരൻ, CV ഗംഗാധരൻ, AR രാമകൃഷ്ണൻ, M. കൃഷ്ണൻ, ബാലൻ മാസ്റ്റർ, C. കുഞ്ഞികൃഷ്ണൻ, വയലപ്രം നാരായണൻ, അഡ്വക്കേറ്റ് CV ദാമോദരൻ, P. ഗോപാലൻ, C. രാജൻ പെരിയ, P. ദാമോദര പണിക്കർ, ഗോപാലകൃഷ്ണൻ മാസ്റ്റർ, M. ശങ്കരൻ നമ്പൂതിരി, രാധാകൃഷ്ണൻ നെരിക്കോട്, PV കുഞ്ഞിക്കണ്ണൻ എന്നിവർ സംസാരിച്ചു. A. വേലായുധൻ സ്വാഗതവും PV കൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ചാലക്കുന്നിലെ താഹിറയും മക്കളും വ്യാഴാഴ്ച പുതിയ വീട്ടിൽ പാലുകാച്ചും. നായ്മാർമൂലയ്ക്ക് സമീപം ചാലക്കുന്നിൽ താമസിക്കുന്ന താഹിറയുടെ ദുരിതകഥ 6 മാസം മുമ്പാണ് KCN പുറത്തുവിട്ടത്. മഴയെയും വെയിലിനെയും ഒരുപോലെ പേടിച്ച ആ ദിനരാത്രങ്ങൾക്ക് വിട. തായന്മാർമൂല ചാലക്കുന്നിലെ താഹിറയും 3 മക്കളും വ്യാഴാഴ്ച പുതിയ വീട്ടിൽ പാലുകാച്ചും. കല്ലുകൾ അട്ടിവെച്ച് ഭീതിയോടെ കഴിയുകയായിരുന്ന താഹിറയുടെയും മക്കളുടെയും കഥ 6 മാസം മുമ്പാണ് പുറം ലോകത്തെ അറിയിച്ചത്. 6 മാസങ്ങൾക്ക് മുമ്പ് വളരെയധികം ദയനീയമായ ഒരു അവസ്ഥയിലായിരുന്നു ഈ വീടും ഇതോടനുബന്ധിച്ചുള്ള മറ്റ് 2 വീടുകളും. അത് KCN ചാനലും ഇതിന് ലോകത്തിന് മുമ്പിൽ എത്തിക്കുകയും പല ഭാഗത്തു നിന്നുള്ള സഹായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വീട് വളരെ നല്ല നിലയിൽ പെട്ടെന്ന് 6 മാസങ്ങൾ കൊണ്ട് തന്നെ ഇതിൻ്റെ പണി പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതിന് ആദ്യമായി ഈ സഹായിച്ചവർക്കും അതുപോലെ തന്നെ ഇത് ദൃശ്യമാധ്യമങ്ങളിൽ ലോകത്തിന് എത്തിച്ചവർക്കും ഞങ്ങളുടെ കൃതജ്ഞതയും നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇവ 3 വീടാണ് എന്ന തലക്കെട്ടിൽ നായന്മാർമൂലയിലെ 3 ദുരിത ജീവിതങ്ങളെക്കുറിച്ച് എഴുതിയ വാർത്തകളിൽ ഒന്നായിരുന്നു ഇത്. മറ്റു 2 വാർത്തകൾ നായന്മാർമൂല പെരുമ്പള റോഡിൽ സ്കൂൾ മതിലിന് ഓലക്കീർ ചാരിവെച്ച് മനോരോഗിയായ മകനോടൊപ്പം കഴിയുകയായിരുന്ന ഖദീജ എന്ന 80-കാരിയുടെയും തൊട്ടപ്പുറം ചാലക്കുന്നിൽ 4 കുരുന്നു പെൺകുട്ടികളോടൊപ്പം പാമ്പ് വരുന്ന കുടിലിൽ കഴിയുകയായിരുന്ന അബ്ദുൾ റഹ്മാന്റെയും കഥനകഥകളായിരുന്നു. വാർത്ത വന്ന നിമിഷത്തിൽ തന്നെ ഖദീജയുടെയും അബ്ദുൾ റഹ്മാന്റെയും കുടിലിലേക്ക് ആഹ്ലാദത്തിന്റെ വർത്തമാനമെത്തി. അബ്ദുൾ റഹ്മാന് വീട് നിർമ്മിച്ചു നൽകുമെന്ന് വ്യവസായ പ്രമുഖൻ യഹ്യ തളങ്കര അറിയിച്ചു. തൊട്ടു പിന്നാലെ ഖദീജയ്ക്ക് വീട് നിർമ്മിച്ചു നൽകാൻ പ്രവാസിയായ ബേക്കൽ ഹദ്ദാദ് നഗറിലെ ഇക്ബാൽ അബ്ദുൽ ഹമീദും മുന്നോട്ട് വന്നു.
ഖദീജയുടെ വീട് നിർമ്മാണം പൂർത്തിയാക്കി 2 മാസം മുൻപ് പാലുകാച്ചൽ നടന്നു. അബ്ദുൾ റഹ്മാന്റെ വീട് പണി പുരോഗമിക്കുന്നു. പട്ടയ വിഷയത്തിൽ സർക്കാർ പാവങ്ങളെ വഞ്ചിക്കുകയാണെന്ന് വെൽഫെയർ പാർട്ടി. ഇതിൽ പ്രതിഷേധിച്ച് താലൂക്ക് ഓഫീസുകൾക്ക് മുന്നിൽ സമരം നടത്തി. പട്ടയകാര്യത്തിൽ സർക്കാർ ജനങ്ങളെ വഞ്ചിക്കുകയാണെന്ന് വെൽഫെയർ പാർട്ടി ആരോപിച്ചു. ഇതിന്റെ ഭാഗമായി താലൂക്ക് ഓഫീസിന് മുന്നിൽ വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ ധർണാ സമരം നടത്തി. കുഞ്ചത്തൂർ, ഹൊസവെട്ടു, കടപ്പുറം, കുമ്പള, മംഗൽപാടി എന്നിവിടങ്ങളിൽ സർക്കാരിന്റെ ഭൂമി തരിശായി കിടക്കുന്നു. ഭൂരഹിതർക്ക് 3 സെന്റ് ഭൂമി നൽകാനാണ് തീരുമാനം. അത് 10 വർദ്ധിപ്പിക്കണമെന്നും സമരത്തിലൂടെ ആവശ്യപ്പെടുന്നുണ്ട്. വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് സി അഹമ്മദ് സമരം ഉദ്ഘാടനം ചെയ്തു. മഞ്ചേശ്വരം മണ്ഡലം താലൂക്ക് കമ്മിറ്റി ഇന്നലെ നിരന്തരമായി ജില്ലാ കളക്ടറേക്കും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭൂമി നൽകുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇതിൻ്റെ ഫലമായി ഇന്നലെ മീഞ്ചയിൽ 28 കുടുംബങ്ങൾക്ക് 3 സെന്റ് ഭൂമി നൽകുവാൻ വെൽഫെയർ പാർട്ടിക്ക് സാധിച്ചിരുന്നു എന്ന കാര്യം സന്തോഷം കാണിക്കാണ്. ഇത് അവസാനിക്കുകയല്ല. റബീഹ് ബ്രഹ്മേശ്വരം, മണ്ഡലം സെക്രട്ടറി ലത്തീഫ് അബ്ദുള്ള, രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. സംസ്ഥാനത്തെ മുഴുവൻ താലൂക്കിന് മുൻവശത്തായി നടക്കുന്ന സമരത്തിന്റെ ഭാഗമായാണ് മഞ്ചേശ്വരത്തും സമരം സംഘടിപ്പിച്ചത്. പരീക്ഷാ വിജയികൾക്ക് പൊൻപുലരിയുടെ അനുമോദനം. AR ക്യാമ്പ് കോൺഫറൻസ് ഹാളിലായിരുന്നു പരിപാടി. SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ജില്ലയിലെ വിദ്യാർത്ഥികൾക്ക് ജില്ലാ പോലീസ് വിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെ നടപ്പാക്കുന്ന സംരംഭമായ പൊൻപുലരിയുടെ അനുമോദനം. AR ക്യാമ്പ് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ A. ശ്രീനിവാസ് വിദ്യാർത്ഥികൾക്ക് ഉപഹാരം നൽകി. ഇൻസ്പയർ അവാർഡ് ജേതാവ് വിഷ്ണുപ്രിയ, ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ ദുർഗ ഹയർ സെക്കൻഡറിയിലെ വിദ്യാർത്ഥി ഷഹാസ് എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. വിദ്യാഭ്യാസ ഉപഡയറക്ടർ C. രാഘവൻ അധ്യക്ഷത വഹിച്ചു. DYSP P. തമ്പാൻ, പ്രധാനാധ്യാപകരായ T. കബീർ, V. സുകുമാരൻ, മഹാലിംഗേശ്വര ഭട്ട്, കോർ കമ്മിറ്റി അംഗം നിർമ്മൽകുമാർ, ഡയറ്റ് പ്രിൻസിപ്പാൾ PV കൃഷ്ണകുമാർ, പ്രോഗ്രാം കോർഡിനേറ്റർ രഞ്ജിത്ത് എന്നിവർ പ്രസംഗിച്ചു. ജില്ലയിലെ തിരഞ്ഞെടുക്കപ്പെട്ട 37 വിദ്യാലയങ്ങളിലെ ഹൈസ്കൂൾ വിദ്യാർത്ഥികളാണ് പൊൻപുലരിയിലെ അംഗങ്ങൾ. ടിക്കറ്റ് മെഷീൻ വിതരണം ചെയ്യാൻ നടപടി സ്വീകരിക്കണമെന്ന് KSTW. കാലപ്പഴക്കം ചെന്ന ബസ്സുകൾക്ക് പകരം പുതിയ ബസ് ഇറക്കണമെന്നും ആവശ്യം. കാലപ്പഴക്കം ചെന്ന ബസ്സുകൾ മാറ്റാൻ നടപടി സ്വീകരിക്കണമെന്ന് KSTW INTUC കാഞ്ഞങ്ങാട് യൂണിറ്റ് സമ്മേളനം ആവശ്യപ്പെട്ടു. യൂണിറ്റ് പ്രസിഡന്റ് MV പത്മനാഭൻ അധ്യക്ഷനായി. INTUC ജില്ലാ പ്രസിഡന്റ് PG ദേവ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇതിലൊരു 3 കപ്പൽ എന്ന നിലയ്ക്കാണ് KSRTC എന്ന കേരളത്തിലെ വലിയ പൊതുമേഖല സ്ഥാപനത്തെ ജനങ്ങൾ കാണുന്നത്. ഇപ്പം നമ്മൾ ഇതിൻ്റെ ജീവനക്കാർ തന്നെ പഴയതുപോലെ ഒരു ആത്മാർത്ഥമായി ഈ ഡിപ്പോയുടെ നേതൃത്വത്തിൽ നടക്കുന്ന നമ്മുടെ ഈ പ്രവർത്തനത്തിലും ആത്മാർത്ഥമായി സഹകരിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ഇപ്പോൾ KSRTC നേരിടുന്ന പ്രശ്നങ്ങളെന്ന് പറയുന്നത് ഒരുപാട് ഇപ്പോൾ ഇവിടെ തന്നെ നമ്മുടെ അധ്യക്ഷൻ സംസാരിച്ചു തുടങ്ങിയത് തന്നെ നമ്മൾ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളെ കുറിച്ചാണ്. യൂണിയൻ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി ബിന്ദു ജോൺ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി MV വിജയൻ, KP വിശ്വനാഥൻ, വിൽസൺ മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. ഇനി വാർത്തകൾ ചുരുക്കത്തിൽ. BJP ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി നിർമ്മിക്കുന്ന ഓഫീസിന്റെ ശിലാസ്ഥാപനം വ്യാഴാഴ്ച നടക്കും. കേന്ദ്രമന്ത്രി പ്രകാശ് ജാവേദ്കർ ശിലാസ്ഥാപനം നിർവഹിക്കും. GSTU ജില്ലാ വാഹന ജാഥ വ്യാഴാഴ്ച നടക്കും. കുമ്പള ടൗണിൽ KPCC ജനറൽ സെക്രട്ടറി സതീശൻ പാച്ചേനി ഉദ്ഘാടനം ചെയ്യും. ചെമ്മനാട് ക്രിക്കറ്റ് ലീഗ് സീസൺ 5-ൽ ജെൻസ് ഇമേജ് സൺറൈസേഴ്സ് ജേതാക്കളായി. NYL സ്നേഹ സന്ദേശയാത്ര സമാപിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് KS ഫക്രുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. അമ്പലത്തറയിൽ നാട്ടറിവ് ശില്പശാല സമാപിച്ചു. 2 ദിവസങ്ങളിലായാണ് ശില്പശാല നടന്നത്. അമ്പലത്തറ ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെയും ജനനി നാടൻ കലാ പഠന കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിലാണ് ദ്വിദിന ശില്പശാല നടക്കുന്നത്. നാടിന്റെ ഈണങ്ങളായ നാടൻ പാട്ടിന്റെയും നാടൻ കലകളുടെയും അവബോധം പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്നതിനും അന്യം നിന്നു പോകാതിരിക്കുന്നതിനും വേണ്ടിയുള്ള സംരംഭമെന്ന നിലയിലും ശില്പശാല വേറിട്ടു നിൽക്കുന്നു. 50 വയസ്സ് മുതൽ പ്രായം ചെന്നവരുൾപ്പെടെ ഈ ശില്പശാലയുടെ ഭാഗമാണ്. സാംസ്കാരിക ചരിത്രത്തിന്റെ ശേഷിപ്പുകളായ നാട്ടറിവുകളാണ് ശില്പശാലയിലൂടെ സംഘാടകർ പരിചയപ്പെടുത്തുന്നത്. നാട്ടറിവുകൾക്കൊപ്പം സർഗാത്മകതയുടെ ആവിഷ്കാരമായ നാടൻ പാട്ടുകളും സംഘാടകർ പരിചയപ്പെടുത്തുന്നു. ആകുലതകൾ നിറഞ്ഞ കെട്ടകാലത്തിന്റെ ഓർമ്മപ്പെടുത്തലുകളായ നാട്ടീണങ്ങൾ ക്യാമ്പങ്ങൾക്ക് നവ്യാനുഭവമായി.
കാലത്തിനൊപ്പം മാറാതെ കാലത്തെ അതിജീവിക്കുന്ന നാടൻ പാട്ടുകളും നാടൻ കലാരൂപങ്ങളും പരിചയപ്പെടുത്തുന്നതിനപ്പുറം അവ പരിശീലിപ്പിക്കുന്നതിനും ശില്പശാല കളമൊരുക്കി. നാടൻ പാട്ടുകൾ ജനഹൃദയങ്ങളിലെത്തിച്ച BJ കുട്ടപ്പൻ കലാമണ്ഡലം രമേശിൻ്റെ അമൃതനാട്യവും നാട്യവൈദ്യത്തെ പരിചയപ്പെടുത്തുന്ന നാട്ടുപച്ചയും നാട്ടുവൈദ്യത്തിൻ്റെ താളപ്പെരുമകൾ തീർത്ത കൊട്ടും പാട്ടും തുടങ്ങി വിവിധ വിഷയങ്ങളിൽ വിദഗ്ധർ ക്ലാസ് എടുത്തു. തുളുനാടിൻ്റെ മണ്ണിൽ അപരിചിതമായ നിണബലിയും ക്യാമ്പിൽ അവതരിപ്പിച്ചു. നാടൊന്നടങ്കമുള്ള പിന്തുണയിലാണ് ചൂട്ട് ശില്പശാല നടന്നത്. ആദ്യാവസാനം നാട്ടുകാരും ശില്പശാലയിൽ പങ്കാളികളായി. ഉദയൻ കുണ്ടംകുഴിയാണ് ശില്പശാല നയിച്ചത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സെപ്റ്റംബർ 2 ദേശീയ പണിമുടക്ക്. BMS-ഉം സമരത്തിന്റെ ഭാഗമാകും. മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം ചെയ്യുന്നവരാണ് സ്ഥാനികരെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി കുമ്മനം രാജശേഖരൻ. സ്ഥാനികരുടെ കാര്യത്തിൽ സർക്കാർ കൂടുതൽ ആത്മാർത്ഥത കാണിക്കണമെന്നും കുമ്മനം. താഹിറയും മക്കളും വ്യാഴാഴ്ച പുതിയ വീട്ടിലേക്ക്. വീടൊരുക്കിയത് അതിവേഗം. ഭൂരഹിതരില്ലാത്ത കേരളം പദ്ധതി അർഹരായവർക്ക് ഭൂമി പതിച്ചു നൽകണമെന്ന് വെൽഫെയർ പാർട്ടി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.